ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ജൂലൈ 23 ട്യൂസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ വീട്ടിലേക്ക് കിടന്നാലോ? ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി. ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാനായി പോകുന്നത് സ്കൂളിലേക്കും അതേപോലെ കോളേജിലേക്കും അതേപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാനായി പോകുന്നത്. ഒരു വെറൈറ്റി റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ആ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ഞാനിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് ടൊമാറ്റോ പുലാവാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനത് അവിടെ 1 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇനി ബസുമതി അരി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന അരി ഒന്ന് വേവിച്ചിട്ട് അത് ചോറാക്കി എടുത്താലും മതി കേട്ടോ. പക്ഷേ ബസുമതി അരിയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബസുമതി അരിയാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസുമതി അരിയാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കപ്പളം ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ബസുമതി അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനിതാ 2 സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബേ ലീഫ്, ഒരു ചെറിയ തുണ്ട് പട്ട, 4 ഗ്രാമ്പ്, 4 ഏലക്ക, 1 ടേബിൾ സ്പൂൺ കസ്കസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലത്തെ 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ഞാൻ ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ മുളക് പൊടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇതിന് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, അത്ര എരിവ് ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ. അങ്ങനെ ഞാനിതവിടെ ബസുമതി അരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം എങ്ങനെയാണ് ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം അവിടെ ഈ അരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബസുമതി അരി നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ അവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന് അതിലേക്ക് നമ്മുടെ ഈ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, കസ്കസ്, ബേ ലീഫ്, ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചോറൊന്ന് വേവിച്ചെടുക്കാനായിട്ടാണ്, ബസുമതി അരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് നമുക്കിതിലേക്ക് ഒരു പിടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ചേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ടൊമാറ്റോ പുലാവ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഞാനിത് അതിൽ നിന്നും കുറച്ച് സവോള കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് ഞാനിത് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുതിർക്കാനായി വെച്ചിരുന്ന 10 മിനിറ്റ് നേരം നമ്മൾ കുതിർക്കാനായി വെച്ചിരുന്ന ഈ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബസുമതി അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് വേവാൻ മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഞാനിവിടെ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 4 ഗ്രാമ്പു, 1 സ്റ്റാർ അനീസ്, 5-6 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 1 ചെറിയ തുണ്ട് പട്ട, 1 ബേ ലീഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും ചെറുതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ. ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടൊമാറ്റോ പുളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഈ ബസുമതി അരി നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഞാനിതാ ഈ അരിയിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മളെടുത്തിരുന്ന ബസുമതി അരി ഞാനിവിടെ വേവിക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വരുന്നത് വരെ നമുക്കതൊന്ന് വേവിക്കാനായി ഞാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതവിടെ ഇതെല്ലാം ഒന്ന്